ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. 108 വിഭവങ്ങൾക്ക് തുല്യമത്ര ഇഞ്ചിക്കറി. മഹാപണ്ഡിതനായ വരരുചി 108 കറികൾക്ക് പകരം എന്ന് വിശേഷിപ്പിച്ച കറിയാണ് ഇഞ്ചിക്കറി. തൊട്ടുകൂട്ടാൻ ഇഞ്ചിക്കറി ഇല്ലെങ്കിൽ സദ്യയിൽ അതൊരു കുറവ് തന്നെയാണ്. അപ്പോൾ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇഞ്ചിക്കറി തേങ്ങ ചേർത്തും ചേർക്കാതെയും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് തേങ്ങ വറുത്തരച്ച മെത്തേഡാണ്. ഇതിനു വേണ്ടി 200 ഗ്രാം കഴുകി വൃത്തിയാക്കിയ ഇഞ്ചി, അത് ക്ലീനിങ്ങിന് ശേഷമുള്ള അളവാണ് 200 ഗ്രാം. ഇഞ്ചി വളരെ കനം കുറച്ച് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് കഴുകി വൃത്തിയാക്കിയ 100 ഗ്രാം ചെറിയുള്ളിയും ഇതുപോലെ തന്നെ വളരെ കനം കുറച്ച് സ്ലൈസ് ചെയ്ത് മാറ്റിവെക്കുക. ഇതൊരു 35 ഗ്രാം വാളൻപുളി ചെറു ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് 1/4 കപ്പ് തേങ്ങ ചിരകിയത്. ഇത്രയുമാണ് ഈ ഇഞ്ചിക്കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു പാനിലേക്ക് ഇഞ്ചിയും ചെറിയുള്ളിയും തേങ്ങയും വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് നല്ല ക്രിസ്പി ഫോമിൽ വറുത്ത് മാറ്റി വെക്കുക. ബാക്കിയുള്ള എണ്ണയിലേക്ക് കനം കുറച്ചരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഫോമിലേക്ക് ആകുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റി ബ്രൗൺ കളറിലേക്ക് ആകുമ്പോൾ ഇതൊന്ന് ചെറു തീയിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് 1/8 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി ചേർത്ത് ഇതെല്ലാം ഒന്ന് കറക്റ്റായി മൂത്ത് വന്ന ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെക്കുക. ഇനി ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചും അരച്ചും എടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി മിക്സിയിൽ ക്യുക്കായിട്ടുള്ള 2 പൾസ് മാത്രം കൊടുത്ത് ഇതുപോലെ നല്ല തരിതരിപ്പായി പൊടിച്ചെടുക്കുക. ഇഞ്ചിക്കറിയിൽ ഇഞ്ചി ചെറിയ പീസസായി കിടക്കുന്നത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി. വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചൂടാറിയ ശേഷം ഇതുപോലെ വെള്ളം തൊടാതെ നന്നായി അരച്ചെടുക്കുക. ഇനി ഒരു മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വറുത്തരച്ചതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി പുളി പിഴിഞ്ഞെടുത്ത വെള്ളവും 1 കപ്പ് ചെറുചൂട് വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കറി തിളപ്പിച്ചെടുക്കണം. കറി അത്യാവശ്യം നന്നായി തിളച്ച് വരുമ്പോൾ പുളിയും എരിവും ഉപ്പും ഒന്ന് ബാലൻസ് ചെയ്തെടുക്കുന്നതിനായി 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഒത്തിരി മധുരം ഈ ഇഞ്ചിക്കറിയിൽ ചേരില്ല കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റിന് 1 ടേബിൾ സ്പൂൺ ശർക്കര കറക്റ്റാണ്. ഇനി ചേർത്തിരിക്കുന്ന വെള്ളമെല്ലാം അത്യാവശ്യം വറ്റി ചേർന്ന് വരണം. അതുവരെ ചെറു തീയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. കുറുകുന്തോറും ഇഞ്ചിക്കറിക്ക് നല്ല കളർ കിട്ടുന്നതാണ്. ഇപ്പോൾ കണ്ടോ, കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ നല്ല രുചിയോടും മണത്തോടും കൂടിയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡിയാണ്. എല്ലാവരും അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.